ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന സ്റ്റോറി പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിലെ അതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. പാഠഭാഗത്തിലുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഈ ക്ലാസ്സിൻ്റെ അവസാനം തരും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇസ് ഘടനാവും കോ ക്രമ സേ ലിഖേ. ഘടനാ സംഭവം, ഈ സംഭവങ്ങൾ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കി എഴുതുക. അതായത് നമ്മൾ പഠിച്ച സ്റ്റോറി അനുസരിച്ച് വേണം ക്രമമായി എഴുതുവാൻ. ഒന്നാമത്തത് ഏതാ നോക്കിയേ. ഗാന്ധിജി പൈതൽ ദാണ്ടിക്ക് സമുദ്ര കിനാരെ ചൽ പടേ. ഗാന്ധിജി കാൽനടയായി ദാണ്ടി സമുദ്രത്തിൻ്റെ തീരത്തിലേക്ക് പോയി. അടുത്ത രണ്ടാമത്തെ യാത്രാക്കെ ദൗറാൻ ഹസാരോ ലോഗ് ജുഡ്തേ ഗേ. യാത്രയുടെ സന്ദർഭത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ചേരുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ പൈതലായി കാൽനടയായി പോയ യാത്രയിലെ നമ്മുടെ ദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങൾ ഒത്തുചേരുകയും ചെയ്തു. അതാണ് രണ്ടാമത്തെ. കേട്ടോ, നോക്കി ആ സ്റ്റോറി അനുസരിച്ച് വേണം എഴുതാൻ. കേട്ടോ, ഇനി മൂന്നാമത്തെ നോക്കിയ രാസ്തേമേ കൈ ഗാവ് പടേ. രാസ്ത വഴിയിൽ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? പോയ വഴിയിലൊക്കെ ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് 3. 4 നോക്കിയേ. വേ സഫി ലോകെ രാത് കിസി ഗാവ് മേ കാട്ടത്തെ ആരെ സുബഹ് ഫിർ ചൽ പടേ. അവർ സഫി ലോകം എന്ന് വെച്ചവരെല്ലാവരും, ഗാന്ധിജിയും സാത്തികളും കൂട്ടുകാരും അല്ലേ, ഏത് ഗ്രാമത്തിലാണോ കാട്ടത്തെ ചിലവഴിച്ചത് അവിടെ നിന്നും സുബഹെ പ്രഭാതത്തിൽ അവിടെ നിന്നും ചൽപ്പടേ നടക്കും. അപ്പോൾ ഏത് ഗ്രാമത്തിലാണോ രാത്രി ചിലവഴിച്ചത് സുബഹാഹു ആകുമ്പോഴേക്ക്, അതായത് രാവിലെ അല്ലെ പ്രഭാതത്തിൽ വീണ്ടും അവർ അവിടെ നിന്ന് നടക്കും. അതാണ് 4. 5 നോക്കി. സമുദ്രക്കെ പാനി സേ നമക്ക് ബനാക്കർ അംഗ്രേസോങ്ക കാനൂൻ തോട. സമുദ്രത്തിലെ ജലം കൊണ്ട് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കരിനിയമം ലംഘിച്ചു. അതാണ് 5. ഇനി 6 നോക്കി. ഇസ് പ്രകാർ ഗാന്ധിജിക്ക് പൂരെ ദേശം കോ അംഗ്രേസോं से മുക്ത് होने का रास्ता दिखा दिया. ഈ രീതിയിൽ ഗാന്ധിജി നമ്മുടെ ദേശത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മുക്തെന്ന് വെച്ച മോചനം നേടാനുള്ള വഴി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ദേശത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിക്കാനുള്ള വഴിയാണ് ഗാന്ധിജി കാട്ടിക്കൊടുത്തത്. ഈ തന്ന രീതിയിൽ വേണം 1, 2 എഴുതിപ്പോകാൻ. കേട്ടോ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ റപ്പട്ടാണ്. റപ്പട്ടെന്ന് വെച്ചാൽ റിപ്പോർട്ടാണ്. അത് പഠിച്ച് കാണുമായിരിക്കും, 6ാം ക്ലാസ്സിലുണ്ടായിരിക്കും അല്ലേ റപ്പട്ട്. ഇപ്പോൾ റപ്പട്ട് എഴുതുമ്പോൾ എന്തൊക്കെ വേണം? ശീർഷക് ടൈറ്റിൽ വേണം, സ്ഥലം വേണം, ഘടനാ സംഭവം വേണം, വസ്തുനിഷ്ഠതയുണ്ടായിരിക്കണം, ദൃഷ്ടികോൺ വീക്ഷണം എന്നിവ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് റപ്പട്ട് എഴുതുന്നത്. കേട്ടോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കറെ ദാണ്ടി പഹുഞ്ചേ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും കാൽനടയായി ദണ്ഡിയിൽ എത്തി. ഖുദൻ നമക്ക് ബനാക്കർ അംഗ്രേസോങ്ക കാനൂൻ തോട. സ്വയം ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കരിനിയമം ലംഘിച്ചു. ഇസ് ഘടന പർ സമാചാർ പത്രോं के लिए एक റിപ്പോർട്ട് തയ്യാർ കരെ. ഇസ് ഘടന ഈ സംഭവത്തെ മുൻനിർത്തി എന്ത് ചെയ്യണം? സമാചാർ പത്രത്തിന് വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു കാണിച്ചിട്ടുണ്ട്. ഘടനാ സംഭവം, പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറേ വേർഡ്സുകളാണ് തന്നിരിക്കുന്നത്. ക്യാ എന്ത്, കബ് എപ്പോൾ, കഹാം എവിടെ, ക്യോം എന്തുകൊണ്ട്, കൈസെ എങ്ങനെയുള്ള, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയുള്ള, അതാണ് കൈസെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ നിർമ്മിക്കണം അല്ലെ ഉണ്ടാക്കണം. കുറേ 5 വാക്കുകൾ തന്നു. 5 വാക്കുകളെ അനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ വേണം എഴുതാൻ. ഏതിനോടാ? നമുക്ക് സത്യാഗ്രഹത്തെ പറ്റി. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് ചെണ്ണം. കേട്ടോ, നമുക്ക് സത്യാഗ്രഹസേ ആപ് ക്യാ സമജ്തേ ഹൈ. അതാണ് 1. നമുക്ക് സത്യാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ക്യാ സമജ്തേ, എന്ത് മനസ്സിലാക്കി. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ക്വസ്റ്റ്യൻ ഉള്ളതാകുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുക. ക്വസ്റ്റ്യൻ നിർമ്മിക്കുകയാണ് ചെയ്തത്. അടുത്ത നോക്കിയേ. നമുക്ക് സത്യാഗ്രഹക്ക് ശുരുവാത്ത് കബ് ഹുയി. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഉപ്പ് എന്ന സത്യാഗ്രഹമാണ് ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തത്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ശുരുവാത്ത് എന്ന് വെച്ചാൽ തുടക്കം, കബ് ഹുയി എപ്പോൾ ആയിരുന്നു. കബ് എന്ന് വെച്ചാൽ എപ്പോൾ എന്ന വാക്കാണ്. നെക്സ്റ്റ്, നമുക്ക് സത്യാഗ്രഹ കഹാം സേ ശുരു കിയ. ഉപ്പ് സത്യാഗ്രഹം കഹാം സേ എവിടെ നിന്നാണ് ആരംഭിച്ചത്. കഹാം സേ എന്ന് വെച്ചാൽ എവിടെ നിന്ന്.
അടുത്ത നോക്കിയേ, നമുക്ക് സത്യാഗ്രഹമേ ഗാന്ധിജി ക്യോം കൈ ഗാവ് പഹുഞ്ചേ. നമുക്ക് സത്യാഗ്രഹത്തിൽ ഗാന്ധിജി ക്യോം എന്തുകൊണ്ടാണ് പല ഗ്രാമങ്ങളിൽ എത്തിയത്. അടുത്തത്, നമുക്ക് സത്യാഗ്രഹ കൈസേക്കിയ. നമുക്ക് സത്യാഗ്രഹം എങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് വേറെ സെൻറ്റൻസ് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒന്നിക്കുമ്പോഴാണ് റപ്പട്ട്, അത് റപ്പട്ടായി മാറും കേട്ടോ. ഇതിൻ്റെ എല്ലാം കൂടെ ആൻസർ ആകുമ്പോൾ നമുക്ക് റപ്പട്ടായി മാറും. ആ റപ്പട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. റപ്പട്ട് എഴുതുമ്പോൾ ഉണ്ടാകേണ്ട നിബന്ധനകളാണ് മുമ്പേ പറഞ്ഞു തന്നത്. നോക്കിയേ, റപ്പട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, നോക്കിയിരിക്കണമേ ആൻസർ. റപ്പട്ട് ഗാന്ധിജിക്ക് ആദ്യം നമുക്ക് എന്ത് കൊടുക്കണം, ശീർഷക് ടൈറ്റിലാണ് ഗാന്ധിജിക്ക് നമുക്ക് സത്യാഗ്രഹ എന്ന് കൊടുത്തു. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ താഴേക്ക് സ്ഥലമാണ് വേണ്ടത്. അഹമ്മദാബാദ് എന്നാണ്. അഹമ്മദാബാദിൽ നിന്ന് ദാണ്ഡി എന്ന കടൽ തീരത്തിൻ്റെ ആ ഗ്രാമത്തിലേക്കാണ് ഗാന്ധിജി പോയത് അല്ലേ. അതുകൊണ്ട് അഹമ്മദാബാദ് എന്ന് കൊടുത്തു. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് സത്യാഗ്രഹം എന്ന വാക്കത് എങ്ങനെയാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് വേണം എഴുതാൻ. നല്ല വീക്ഷണം കൊടുക്കുക. വായിക്കാം. ഗാന്ധിജി കുച്ച് സാത്തിയോം കെ സാത്ത് ദാണ്ഡി പഹുഞ്ചേ. ഗാന്ധിജി കുറച്ച് കൂട്ടുകാരുമൊത്ത് കെ സാത്ത് എന്ന് വെച്ചാൽ കൂടെ ദാണ്ഡിയിലെ പഹുഞ്ചേ എത്തി. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കുറച്ച് സാത്തികളുമൊത്ത് ദാണ്ഡിയിലെ പഹുഞ്ചേ എത്തി. വഹാം ജാക്കർ ഉന്നോനെ സമുദ്ര കെ പാനി സെ ഖുദ് നമക്ക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോട. അവിടെ എത്തിച്ചേർന്ന അദ്ദേഹം സമുദ്രത്തിലെ പാനി ജലം കൊണ്ട്, ഖുദ് എന്ന് വെച്ചാൽ സ്വയം, നമക്ക് ബനാക്കർ ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കരിനിയമം തോട ലംഘിച്ചു. അംഗ്രേസോം നെ ഭാരത് മേം, അംഗ്രേസ് ബ്രിട്ടീഷുകാരാണ്, ഭാരത് മേം നമക്ക് പർ ടാക്സ് ലഗ. ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ഉപ്പിനെ നികുതി ഏർപ്പെടുത്തി അല്ലേ. വേ ഭാരത് കെ ലോഗോം കി, വേ എന്ന് വെച്ചാൽ അവർ, ഭാരതത്തിലെ ലോക ആളുകൾ, ഖുദ് നമക്ക് ബനാനേസെ റോക്ക, ഭാരതത്തിലെ ജനങ്ങൾ സ്വയം ഉപ്പുണ്ടാക്കുക എന്നത് അവർ റോക്കിനെ തടയുകയും ചെയ്തു. ഇസ്കെ വിരോധ സെ നമുക്ക് സത്യാഗ്രഹ ശുരു കിയ. ഇതിനെ എതിർത്തുകൊണ്ടാണ് നമുക്ക് സത്യാഗ്രഹം ആരംഭിച്ചത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വായിച്ചില്ലേ, അതിൻ്റെ എല്ലാ ആൻസേഴ്സും കൂടിയാണിത് കേട്ടോ. അതെല്ലാം കൂടെ ആയപ്പോൾ റപ്പട്ടായി. എന്നിട്ടതിന് കോളത്തിനകത്താക്കി കൊടുക്കണം, കോളം വരയ്ക്കണം റപ്പട്ട് കേട്ടോ. അടുത്ത എഴുതിയിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ആൻസേഴ്സും ആണ്. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അംഗ്രേസോം ने भारत के लोगों को खुद नमक बनाने से रोका रखा था और नमक पर टैक्स रखा था, इसका कारण क्या है. ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഖുദ് എന്ന് വെച്ചാൽ സ്വയം ഉപ്പുണ്ടാക്കുക എന്നത് തടഞ്ഞു. ബ്രിട്ടീഷുകാർ ഭാരത ജനങ്ങളെ ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞു. അതുമാത്രമല്ല നമക്കിനെ ടാക്സ് നികുതിയും ഏർപ്പെടുത്തി. ഇസ്കാ കാരൺ ക്യാ ഹെ, ഇതിൻ്റെ കാരണം എന്താണ് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. അംഗ്രേസോം നെ ഭാരത് കെ ലോഗോം കി ഖുദ് നമക്ക് ബനാനെ സെ റോക്കാ രഖാ ഥാ. ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ജനങ്ങളെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞു, അല്ലെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ തടഞ്ഞു. നമുക്ക് പർ ടാക്സ് ലഗാത, നമുക്കിന് എന്തുണ്ടാക്കി, ഉപ്പിന് ടാക്സ് നികുതി ഏർപ്പെടുത്തി. ഇസ്സെ നമുക്ക് കാ ദാം മഹങ്ക ഹോഗയ, അതുകൊണ്ട് നമുക്കിന് മഹുങ്ക ദാം എന്ന് വെച്ചാൽ വില, അതുകൊണ്ട് ഉപ്പിൻ്റെ വില കൂടുകയും ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായി, ഉപ്പിൻ്റെ വില കൂടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 17 वर्ष बाद देश सचमुच उसे रास्ते पर चलता हुआ आസാദ് हो गया. 17 വർഷങ്ങൾക്ക് ശേഷം ദേശം വാസ്തവത്തിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാണ് ആസാദെ സ്വാതന്ത്ര്യം നേടിയത്. ഇസ് രാസ്തേ മേ ഹുയി മുഖ്യ ഘടനായെ ക്യാ ക്യാ ഹേ. ഈ വഴിയിലൂടെ അല്ലെ ആ വഴിയിൽ എന്തെല്ലാം ഘടനാ സംഭവങ്ങളാണ് ഉണ്ടായത് എന്ന് വേണം നമുക്ക് എഴുതാൻ. അതാണ് ചോദ്യം കേട്ടോ. ആൻസർ നോക്കിയേ. ഇസ് രാസ്തേ മേ മുഖ്യ ഘടനായും ഗാന്ധിജിക്ക് ദാണ്ഡി മാർച്ച്. ഈ വഴിയിലെ മുഖ്യമായ സംഭവമായിരുന്നു ഗാന്ധിജിയുടെ ദാണ്ഡി മാർച്ച്. ഉന്നോനെ സമുദ്ര കെ പാനി സെ നമുക്ക് ബനാക്കറെ അംഗ്രേസോം കാ കാലാ കാനൂൻ തോട. അദ്ദേഹം സമുദ്രത്തിലെ ജലത്തിൽ നിന്നും നമക്കുണ്ടാക്കി, ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കരിനിയമം ലംഘിച്ചു. ഇസ്കെ ബാദ് ലോഗോം നെ, ഇസ്കെ ബാദ് എന്ന് വെച്ചാൽ അതിനുശേഷം,
ലോകം ने देश भर രാഷ്ട്രീയ ആന്തോളൻ ഫൈലാത്തി. അതിനുശേഷം എന്ന് വെച്ചാൽ ജനങ്ങളിൽ ലോകോംനെ ദേശക്കാർ രാഷ്ട്രീയ ആന്തോളൻ ജനങ്ങളിലെ ദേശീയ എന്നുവെച്ചാൽ നമ്മുടെ ദേശത്തെ ജനങ്ങളിലെ രാഷ്ട്രീയ വിപ്ലവം ഫൈലാന വ്യാപിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ഇടയിലെ രാഷ്ട്രീയ ആന്തോളൻ വിപ്ലവം അല്ലെ സമരം വ്യാപിപ്പിച്ചു. ഇസ്തരഹെ ഇതേ രീതിയിൽ എന്ത് ചെയ്തു, ദേശം സ്വതന്ത്രമാവുകയും ചെയ്തു. അതായത് ഇസ്തരഹെ ദേശ സ്വതന്ത്ര ഹോകുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ദേശം എന്ത് ചെയ്ത് സ്വതന്ത്രം അല്ലെ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തത് എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. ഇത്രയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ്. അതുകൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ കൊടുത്തിരുന്നു. ആൽബം ഉണ്ടാക്കാനില്ലേ, ഡിജിറ്റൽ ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സ്വതന്ത്ര സേനാനിയോംനെ പരിശ്രമം കെ दैन से आज़ादी സ്വതന്ത്ര സേനാനിയോം സെ പ്രൊഫൈൽ തയ്യാർ കരെ और ആൽബം ഡിജിറ്റൽ ആൽബമൊക്കെ നിർമ്മിക്കാൻ. അത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേര് കളക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ പോലെ അങ്ങനെ എഴുതി വയ്ക്കാൻ മതി കേട്ടോ. അങ്ങനെ ഗാന്ധിജിയോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ജവഹർലാൽ നെഹ്റുവോ അങ്ങനെ അവരെ ആരെങ്കിലും ഒരു ചെറിയ പ്രൊഫൈൽ പോലെ എഴുതി വയ്ക്കണം. ആ ഡിജിറ്റൽ ആൽബം അവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇച്ചിരി എഴുതി വെച്ചാൽ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠമായി കാണാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.